ആളെ കബളിപ്പിക്കുകയാണ്. മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാവത്തിനൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയുമെന്ന് ചെയ്യണം. പിന്നെ അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ. അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും പാര വെച്ചവനാണ് ഈ ഗണേശൻ. അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ്? ഗണേശനെന്ന് പല പ്രാവശ്യം പറയണമെങ്കിൽ പുണ്യം കിട്ടുമെന്ന് അല്ലേ? ശരിയാണ്. അത് ഏത് ഗണേശൻ? വിഘ്നേശ്വരനായ ഗണേശൻ. അവന്റെ തന്തയാണ് നടേശൻ. ആരാണ്? ആരാണ്? ശിവൻ. നടക്കുന്ന ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞിയാണെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5 6 പാത്രമാണ് കുടിക്കുന്നത്. ഏതാ ഇത് പകലും കൂടെ ഒന്ന് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തനക്ക് തള്ളവരൽ നാക്കി വെക്കുക. തെരുവിൽ പട്ടിണി കിടന്ന നിന്നെ മനസ്സ് നിറയെ സ്നേഹവും കൈ നിറയെ പണവും രക്ഷയ്ക്കായുധവും നൽകി ഞാൻ വളർത്തി. അന്ന് ഞാൻ നിനക്ക് തന്ന ഉപദേശം ഇന്ന് നീ എനിക്കെതിരെ പ്രയോഗിച്ചു. സൂക്തങ്ങളും മന്ത്രങ്ങളും വേദങ്ങളും പഠിച്ച നീ ഭസ്മാസുരന്റെ കഥ മറന്നുപോയല്ലോടാ ചെറ്റെ. തന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് വന്നാൽ സ്വന്തം രക്തത്തിൽ പിറന്നവനാണെങ്കിലും ജനിപ്പിച്ച തന്തയാണെങ്കിലും കൊന്നേക്കണം. അതെ, അത് നീ എനിക്കിട്ട് തന്നെ പണിതല്ലടാ. ബട്ട് യു ഫെയിൽഡ് മിസറബിളി. അതിന് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ take it from me. ഞാൻ എൻ്റെ നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്. ഞാൻ എൻ്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ്, ഭർത്താവാണ്. അവളെനിക്ക് തന്ന മക്കളുടെ സത്യസന്ധനായ അച്ഛനുമാണ്.